ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള കാന്താരി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ട്രൈബൽ പെയിൻറ്റിങ് കാണാനാണ്. ഈ ഗാലറി മുഴുവൻ ട്രൈബൽ പെയിൻറ്റിങ് ആണ്. ട്രൈബൽ കുറേ മീനിങ് ഉണ്ട്. ഇത് നോക്ക്, പണ്ട് പിന്നെ തീ കായണ ഇത്, പിന്നെ ഇവിടെ കുക്ക് ചെയ്യുന്നത്, അങ്ങനെയാണ് കുറേ ഉണ്ട്. കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര ചെറുതാണെന്ന് തോന്നും, പക്ഷെ കുറേ ഉണ്ട്. BC 2500-3000 കാലഘട്ടത്തിലെ പെയിൻറ്റിംഗ് ആണിത്. 2500-3000 കാലഘട്ടത്തിലാണ് അന്നത്തെ ജീവിതത്തിൻ്റെ ഒരു കാഴ്ച. വെസ്റ്റ് ബംഗാൾ പെയിൻ്റാണ്. ലോങ് നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കാം, ക്ലിയർ ആയിട്ട് കാണുമല്ലോ. വെസ്റ്റ് ബംഗാൾ പെയിൻറ്റിംഗ് ആണിത്. ഇത് ഒഡീഷ പെയിൻറ്റിങ്, ഒഡീഷ ട്രൈബൽ പെയിൻറ്റിംഗ് ആണിത്. ഇതിൽ കാണിച്ചിട്ടുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ അതിന് എവിടെ നിന്നുള്ള പെയിൻറ്റിങ്സ് ആണെന്നും അതേത് വർഷത്തിലുള്ളതാണെന്നും ഏത് കാലഘട്ടത്തിലെ സൂചിപ്പിക്കുന്നതാണെന്നൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ട്രൈബൽ പെയിൻറ്റിങ്ങുകളാണ് ഇതൊക്കെ. തഞ്ചാവൂർ പെയിൻറ്റിംഗ് ആണിത്. അതെടുത്തു, തഞ്ചാവൂർ പെയിൻറ്റിങ്. ഇത് നോക്ക്, സ്മോൾ വില്ലേജ് ഇൻ ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ. ഗൗണ്ട് പെയിൻറ്റിങ്. മധ്യപ്രദേശ് ടൈപ്പിലുള്ള പെയിൻറ്റിങ്ങുകളാണ് ഇതൊക്കെ. ഹരി പെയിൻറ്റിംഗ് ആണ് ഇത്. ഇത് ഹിമാചൽ പ്രദേശ്, ജമ്മു അവിടങ്ങളിലുള്ള പെയിൻറ്റിംഗ് ആണിത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള പ്രത്യേകതകളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏത് വർഷമാണ് ഇതൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചത് അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രൈബൽ പെയിൻറ്റിങ്ങിൻ്റെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം.
കേരള മ്യൂറൽ ഗാലറിയാണ്. പക്ഷേ അതിൻ്റെ സൈഡിൽ കുറേ ഇങ്ങനെ പിക്ചേഴ്സ് ഉണ്ട്. കാളിദാസനും ഭദ്രകാളിയും അതായിരുന്നു ഇതിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത് എന്താണെന്ന് നോക്കട്ടെ. വരരുചി വിക്രമാദിത്യൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്, ആ പിക്ചറാണിത്. അടുത്തത് ആൽമരത്തിന് താഴെ വരരുചി കിടന്നിറങ്ങുന്നത്. ഇത് വരരുചി വിക്രമാദിത്യൻ്റെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ അർത്ഥം സ്വീകരിച്ച് കട്ടിലിൽ വിശ്രമിക്കുന്ന വരരുചി. ഇത്രയാണ് ഇവിടെ പുറത്ത് കാണാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് കേരള മ്യൂറൽ പെയിൻറ്റിൻ്റെ അകത്ത്, ഗാലറീൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഇതാണ് കേരള മ്യൂറൽ ഗാലറി. ഇത് പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ ഗാലറിയാണ് കേട്ടോ. ഓരോ പെയിൻറ്റിങ്ങുകൾ കാണാം നമുക്ക്. കപൂർ ചാത്തൻ. ഒരു രാജവംശം പിറക്കുന്നു എന്നുകൊണ്ട് വിളിച്ചിരിക്കുന്ന ഈ പെയിൻറ്റിങ്. കുറേ പെയിൻറ്റിങ് കൂടി ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് വേഗം ഒന്ന് കാണാം. ഇത് പാണനാർ പെയിൻറ്റിംഗ് ആണ്. ഇത് പെരുന്തച്ചൻ. ഇത് പാക്കനാറാണ്. പാക്കനാർ പെയിൻറ്റിംഗ് ആണിത്. ഷെയ്ഖിൻ്റെ പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചറാണ്. ഇത് തലക്കൽ ചന്തു എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചറാണ്. ഇത് പെരുന്തച്ചൻ്റെ പിക്ചറാണ്. മ്യൂറൽ പെയിൻ്റ് ആണിത്. ഇത് നാരായണത്ത് ഭ്രാന്തൻ്റെ. ഇത് കാലിക്കലമ്മ. ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. തിരുവള്ളുവറാണ്. തിരുവള്ളുവറിൻ്റെ ഒരു പെയിൻ്റാണിത്. ഇത് ചാക്യാരുടെ വഴിപാട് എന്ന് പറഞ്ഞിട്ടൊരു പെയിൻറ്റിംഗ് ആണ്. ഇത് രചകൻ എന്ന് പറഞ്ഞിട്ടൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കേരള മ്യൂറൽ പെയിൻറ്റിംഗ് ഗാലറിയിൽ
ഇപ്പോൾ ഇവിടെ ഉള്ളത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വേറൊരു പിക്ചറും കൂടെ ഉണ്ട്, ഒരു സ്റ്റാച്ചു. അഗ്നിഹോത്രി തടാകത്തിൽ നിന്നും ശൂലം കണ്ടെടുത്ത കഥയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗാലറി ഇതൊക്കെ കഴിഞ്ഞു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം.